പക്ഷെ ആ ഒരു ബോണ്ടിങ് ഉണ്ടല്ലോ, അതാണല്ലോ നിങ്ങളുടെ ഒരു സ്ട്രോങ് പില്ലർ എന്ന് പറയുന്നതാണല്ലോ. എങ്ങനെയാണിത്? ഓഫ് കോഴ്സ് ഒരു ദിവസം കൊണ്ട് വന്ന ബോണ്ടിങ് ആയിരിക്കില്ല. എങ്ങനെയാണ് നിങ്ങൾ ഈ ബോണ്ടിങ് ഭയങ്കര ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവന്നത്? അല്ല, ബോണ്ടിങ് എന്ന് പറയുമ്പോൾ ആള് ശരിക്കും ഒരു ഫൈറ്റ് ചെയ്യാറേ ഇല്ല. അങ്ങനെയല്ല, നമ്മള് ഫൈറ്റ് ചെയ്യാം. അല്ല, നമ്മളിപ്പം ഈ ഒരു ഫീൽഡ്, നമ്മള് രണ്ടാളും ഒരു ഫീൽഡിലാണ്. ഇപ്പൊ രണ്ടുപേർക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ല, രണ്ടാളും രണ്ട് ദിശയിൽ സഞ്ചരിക്കുന്ന ആൾക്കാരാണ് ആക്ച്വലി. പക്ഷേങ്കിൽ എനിക്കുള്ള അഭിപ്രായം ആയിരിക്കില്ല മിത്തേട്ടനുള്ള അഭിപ്രായം ആയിരിക്കില്ല എനിക്ക്. അപ്പൊ അത് ഒത്തുചേരുമ്പോൾ അല്ല, അതിങ്ങനെ ക്ലാഷ് ആകുമ്പോൾ ഞാൻ ഫൈറ്റ് ചെയ്യും, മിത്തേട്ടൻ അതിങ്ങനെ മിണ്ടാതിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഒരു എനിക്ക് തോന്നുന്നു ഞാൻ ധ്യാനം കൊടുക്കുകയല്ല, അങ്ങനെയല്ല. പക്ഷേ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഫൈറ്റ് ഉണ്ടാവും, പക്ഷെ അത് ഓവർകം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് സക്സസ് ആവുന്നത്. ഫൈറ്റ് ഇല്ലാതെ ഇരിക്കലല്ല. എനിക്ക് തോന്നുന്നു ഹസ്ബൻഡ് ആൻഡ് വൈഫായി കഴിഞ്ഞാൽ നമ്മൾ ഫൈറ്റേ ചെയ്യാറില്ല എന്ന് പറയുന്നത് ഭയങ്കര വലിയ കള്ളത്തരായി പോകും. കാരണം സ്നേഹം എപ്പോൾ നമ്മൾ പറയില്ലേ, സ്നേഹം ഉള്ളിടത്ത് വഴക്കുകളും പിണക്കങ്ങളും ഉണ്ടാകും. അപ്പോഴാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി കുറച്ചും കൂടി കൂടുന്നത്. നമ്മളെ കാര്യത്തിൽ അത് സത്യമാണ്. മേരി പറഞ്ഞതുപോലെ ഇപ്പം അധികം ആൾക്കാർ എക്സ്പീരിയൻസ് പറയില്ലേ, ഒരാൾ ഭയങ്കരമായിട്ട് ചൂടായിരിക്കുമ്പോൾ ഒരാൾ ഭയങ്കരമായിട്ട് ദേഷ്യം പിടിച്ചിരിക്കുമ്പോൾ ഓപ്പോസിറ്റുള്ള ആൾക്കാരത് മനസ്സിലാക്കുക എന്തുകൊണ്ടായിരിക്കും അവർ ചൂടായത്. അല്ലാണ്ട് അവർ ചൂടാകുമ്പോൾ അതിനും വലിയ ഞാൻ അവളെക്കാളും വലുതാണ്, അല്ലെങ്കിൽ ഞാൻ അവനേക്കാളും വലുതാണ് എന്ന് വിചാരിച്ചിട്ട് അതിനും വലിയ ഒച്ചയെടുത്ത് കഴിഞ്ഞാൽ അവിടെ വീണ്ടും തകരുള്ളൂ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് മേരി എന്തെങ്കിലും ദേഷ്യം പിടിക്കുകയാണെങ്കിൽ ഞാനത് കേട്ടു നിൽക്കും. ഏറ്റവും നല്ലത് ഒരു ഗുഡ് ലിസണർ ആവുക. പ്രത്യേകിച്ച് നമ്മുടെ വൈഫിന്റെ ഞാൻ സെലിബ്രിറ്റീസ് ഒക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് സക്സസ്ഫുൾ മാരേജ് ലൈഫിന്റെ ഇതെന്താണ്, ലിസൺ ടു യുവർ വൈഫ്. സത്യമാണ്, ലിസൺ ടു ഞാൻ കേട്ടിട്ട് പിന്നെ ആവശ്യമുള്ളത് മാത്രം അങ്ങോട്ട് വിഴുങ്ങുക. അല്ലാതെ നമുക്ക് ഇവിടെ ഒരു ശരിയുണ്ടല്ലോ, അങ്ങോട്ടേക്ക് വിടുക. പിന്നെ അതിനെ കൊണ്ട് ഇങ്ങനെ ചൊറിഞ്ഞ് അതിൽ തന്നെ വീണുരുണ്ട് ചളി വരക്കി ആ പരിപാടി എനിക്കില്ല. ഞാൻ മേരി പറയുന്നത് എന്തെങ്കിലും ദേഷ്യം പിടിച്ച പിന്നെ എൻ്റെ ഒരു നമ്മുടെ രണ്ടാളും ഒരു ബെസ്റ്റ് ക്വാളിറ്റി ഞാൻ മനസ്സിലാക്കിയത്, ഇപ്പം എന്തെങ്കിലും വഴക്കുണ്ടായെന്ന് വെച്ചോ, ഞാനും മെറീനോട് അങ്ങോട്ട് വഴക്കിൽ ഇടും അങ്ങനെ. പക്ഷെ ആ വഴക്കിനൊരു 5 minutes കൂടുതൽ ലൈഫ് കൊടുക്കാറില്ല. എന്തെങ്കിലും വഴക്കിട്ട് കഴിഞ്ഞാൽ എൻ്റെ ഭാഗത്ത് ആ തെറ്റുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഞാൻ സോറി പറയും. അത് മെരി ആയാലും മെരി വന്നിട്ട് സോറി പറയും. അത് അവിടെ തീർന്നിരിക്കും. അത് നമ്മളുടെ ഞാൻ മെരീനോട് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അങ്ങനെ സോറി പറയണമെങ്കിൽ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അത് ഓട്ടോമാറ്റിക്കലി ഇപ്പം പറഞ്ഞില്ലേ ബോണ്ട് എങ്ങനെ ക്രിയേറ്റ്, അത് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഇവൻച്വലി അത് വന്നു പോയത്. അങ്ങനെയല്ലോ ഏതൊരു സന്ദർഭങ്ങളിൽ ഇഷ്യൂ വന്നപ്പം സോറി പറഞ്ഞപ്പോൾ മനസ്സിലായി ഇതാണ് ദി ബെസ്റ്റ്. അതാണ് നമ്മൾ മനസ്സിലാക്കുക, സോറി പറയുക, അവിടെ കഴിഞ്ഞ പ്രശ്നം അവിടെ കഴിഞ്ഞു, അത് മൂവ് ഓൺ ചെയ്യുക, മുന്നോട്ടേക്ക് പോവുക, അത്രയേ ഉള്ളൂ. പിന്നെ അത് വെച്ച് പിന്നെയും ബ്ലെയിം ചെയ്ത് നീ എന്നെ ചെയ്ത് പിന്നെ അവർ അച്ഛനെ പറഞ്ഞ് അച്ഛൻ്റെ അച്ഛനെ പറഞ്ഞ് അച്ഛൻ്റെ അച്ഛനെ പറഞ്ഞ് അങ്ങനത്തെ കളികളൊന്നുമില്ല. തീർന്നു. പിന്നെ ഈ യങ് കപ്പിൾസിനോടൊക്കെ പറയേണ്ടത്, നമ്മൾ ഈ അടി ചെയ്യുന്നതൊക്കെ എന്തിനാണ് ഈ അടി ചെയ്യുന്നത്? എല്ലാവരും നമ്മളൊക്കെ ഈ ഭൂമിയിലൊരു ഗസ്റ്റാണ്. കുറച്ച് നമ്മൾ അടി കഴിഞ്ഞ് പിണക്കങ്ങൾ ഇതൊക്കെ മൈൻഡിലൊക്കെ വെച്ച് ദൂഷിച്ച് നെഗറ്റീവ് അടിച്ച് അവസാനം ഒരു ദിവസം മരിച്ചു കഴിഞ്ഞിട്ട് അയ്യോ ആ ദിവസങ്ങളായിരുന്നു വളരെ നല്ലത്, ഒരു 5-6 സ്റ്റാറ്റസ് ഇട്ട് സങ്കടപ്പെട്ടിരുന്നിട്ട് കാര്യമില്ല. പോയി ഉള്ള സമയത്ത് നല്ല രീതിയിൽ പോസിറ്റീവ്. ഞാൻ മിനിനോട് എപ്പം പറയും ബി പോസിറ്റീവ്. എന്തായാലും ചില ആൾക്കാർ എന്തെങ്കിലും ഒരു പോയിന്റ് വരുമ്പോഴത്തേക്ക് ഏറ്റവും ആദ്യം അതിൻ്റെ നെഗറ്റീവ് വശങ്ങളാണ് മനസ്സിൽ ആലോചിക്കുക. ഞാനെപ്പോഴും പറയാം ആ നെഗറ്റീവ് കാണില്ല, അതിൻ്റെ പോസിറ്റീവ് കാണും. പിന്നെ നല്ലത് സംസാരിക്കുക, നല്ലത് കാണും. ഇതൊക്കെ ആക്ച്വലി ആൾക്കാർ പറയില്ലേ ഈ പോസിറ്റീവ് എനർജി ദൈവം എന്നൊക്കെ പറയുമ്പോൾ നമ്മളെപ്പോഴും നല്ലത് തന്നെ പറഞ്ഞുകൊണ്ടെന്നൊക്കെ ആദ്യം നമ്മൾ നല്ലതാണെന്നുള്ളത് നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണുന്നതും ചെയ്യുന്നതും പറയുന്നതും എല്ലാം നല്ലതാവും. ഞങ്ങൾക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് സംസാരിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ അതാണ് നമ്മൾ ഫോളോ ചെയ്തത്. അത് ഭയങ്കര ഒരു വലിയ ഉപദേശം തന്നെയായിരുന്നു.